എടേ എമ്പുരാ സിനിമ കണ്ടു, ഇതാ വന്നിരിക്കുകയാണ്. സിനിമയെക്കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ വല്ലതൊക്കെ പറഞ്ഞിട്ടുള്ള നിങ്ങൾ പറയാം, നീ മമ്മൂട്ടി ഫാനല്ലേ, നീ ഇങ്ങനെ പറയുള്ളൂ, നല്ല സിനിമയാണ്, സൂപ്പർ സിനിമയാണെന്നൊക്കെ നിങ്ങളൊന്ന് പറയും. ഞാനും ഇതുവരെ ആ സൂപ്പർ സിനിമയെന്ന് പ്രതീക്ഷയിലൂടെ പോയത്, നല്ല സിനിമ കാണണമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെ പോയത്. അതിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ പൊന്നെ മലയാളത്തിൽ ഇതുവരെ ഇല്ലാത്ത സിനിമയൊക്കെ തന്നെ, അതൊക്കെ ശരി തന്നെ. പിന്നെ ക്യാമറ വർക്കും ബാക്കി സിനിമാറ്റോഗ്രാഫിയും ഇതും എല്ലാം കൊള്ളാം, ഡയറക്ഷനും കൊള്ളാം. പക്ഷെ പടം ഇടയിൽ ലാലേട്ടായി ഒരു 30 മിനിറ്റ് കൂടുതൽ ഈ സിനിമയ്ക്കകത്തില്ല. പൃഥ്വിരാജ് ഒരു 15 മിനിറ്റ് കൂടുതൽ ഈ സിനിമയ്ക്കകത്തില്ല. അത്രയും 100% ഉറപ്പിച്ച് പറഞ്ഞു നിങ്ങൾ ഈ സിനിമ കാണും. ഇൻ്റർവെല്ല് വരെ ലാലേട്ടന് കൂടിപ്പോയി ഒരു 5-6 മിനിറ്റ് മാത്രമാണ് സിനിമയ്ക്കകത്തുള്ളത്. എന്തോന്ന് പടോടെ ഹോളിവുഡിൽ ഒരു മേക്കിംഗ് ഒക്കെ ശരി തന്നെ, നമ്മളത് കാണാനല്ല പോണത്, ലാലേട്ടൻ്റെ സിനിമ കാണാൻ പോകണം. ലാലേട്ടന് ഒരു 5-6 ഡയലോഗ്, അതിൽ മാസ് ഡയലോഗ് എന്ന് പറയാൻ ഒന്നുമില്ലെന്ന് തന്നെ പറയാം. സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന് പറഞ്ഞ കഥാപാത്രം ഒരു 2 മിനിറ്റോ എല്ലാം കാണും അതിനകത്ത്. അത് സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന് പറയാൻ പറ്റില്ല അതിനകത്ത്, ഒന്നൊരു ചെറിയ സീനില്ല, അല്ലാതെ വേറെ ഒന്നുമില്ല അതിനകത്ത്. നിങ്ങൾ പടം കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണേ. ഞാൻ പടം കണ്ടേ, ഞാൻ എന്താ ഇതിൻ്റെ സൈഡിൽ ടിക്കറ്റ് കൊടുത്തിരിക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നും ഞാൻ ഇനി പടം കാണാതെ വന്നിട്ട് പറഞ്ഞതാണ്. പിന്നെ ഞാൻ നേരത്തെ തിയേറ്റർ റെസ്പോൺസ് ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്പം അതിൻ്റെ താഴെ ഇട്ടിരിക്കുന്നത് വേറെ ഒരു സിനിമയുടെ റെസ്പോൺസാണെന്ന്. ഞാൻ ആ തിയേറ്ററിൽ തന്നെയാണ് പോയി കണ്ടത്. ആ സിനിമ ഏതാണ്ട് ലെനിൻ സിനിമാസിലാണ് ഞാൻ പോയി കണ്ടത്. സൈഡിൽ ഞാൻ അതിൻ്റെ ടിക്കറ്റ് കൊടുക്കാം. ഈയിടെ ആദ്യത്തെ പകുതിയെക്കുറിച്ച് പറയാം. ആദ്യത്തെ പകുതി ഒരു 30-35 മിനിറ്റ് ഹിന്ദി. അയ്യോ, കുറേ ഹിന്ദിക്കാരന്മാർ കുറേ പേരെ ആക്രമിക്കുന്നു, മറ്റേ ഗർഭിണിയെ പീഡിപ്പിക്കുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണിക്കുന്നു. എല്ലാം ഹിന്ദി, താഴെ മലയാളത്തിൽ എഴുതിക്കൊണ്ട് പോകുന്നു. ഒരു വില്ലനൊക്കെ നടന്നു പറഞ്ഞൊക്കെ ഉണ്ടെങ്കിൽ എനിക്കാണെങ്കിൽ ചിരിക്കാനും വയ്യ. അവനൊക്കെ പിന്നെ പൃഥ്വിരാജിൻ്റെ കുട്ടിക്കാലം അഭിനയിച്ച ചെറുക്കൻ സലാറിലുള്ള പയ്യൻ നല്ല അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നും കാണാനല്ലല്ലോ നമ്മൾ സിനിമ കാണാൻ പോകുന്നത് മോഹൻലാലിൻ്റെ പടം, ഈ നമ്മുടെ ലൂസിഫറിൻ്റെ 2ാം ഭാഗം. അത് കാണാൻ വേണ്ടി പോകുമ്പോഴത്തേക്കും നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം കാണിക്കേണ്ടത് ലാലേട്ടനെ കാണിക്കുന്നതിനകത്ത്, അല്ലാതെ ലാലേട്ടൻ്റെ സ്ക്രീൻ പ്രസൻസ് കൊണ്ടുവരണം. ഇത് മോഹൻലാലിൻ്റെ ലുക്ക് പോലും ആ താടിയൊക്കെ ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ തള്ളി, മറ്റേ നമ്മളെ ലൂസിഫറിൽ കാണുന്നത് പോലത്തെ മോഹൻലാലിനല്ല ഇതിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ലൂസിഫറിൽ നല്ല ഷേപ്പ് ചെയ്ത താടി, കട്ടത്താടി ഉണ്ടെങ്കിൽ ഷേപ്പ് ചെയ്തിട്ടുണ്ട്. ഇതൊരുമാതിരി ഇവിടെ നരച്ചിട്ട് ഇവിടെ ഇങ്ങനെ ചാടി മറ്റേ ആട് മേയ്ക്കാൻ നടക്കുന്ന ഇടയന്മാരെ പോലെ. എന്നിട്ട് മറ്റേ കുറേ വലിയ 2-3 കോട്ടുകളും വാരിയിട്ടിട്ടുണ്ട്. കോട്ട് കാണിച്ച് സ്റ്റൈലിഷ് റോൾ ഇതിൽ കൊണ്ടുവരും ഞാൻ ട്രെയിലർ കണ്ടപ്പോൾ വിചാരിച്ചു, അങ്ങനെ കൂടുതൽ ആഗ്രഹിച്ചു. പക്ഷേ പോയി കണ്ടപ്പോൾ മനസ്സിലായി ഇനി ലാലേട്ടനെ കൊണ്ട് ഇങ്ങനത്തെ റോളൊന്നും ചെയ്യാൻ പറ്റില്ല. ഇത് L3ക്ക് വേണ്ടി അവർ കൊണ്ടുവന്ന ലീഡ് ബാക്കിൽ ഇവരെ വ്യാളിപ്പറിൻ്റുള്ള ഷർട്ട് അമീർ ഖാൻ, ഷാറൂഖ് ഖാൻ എന്തൊക്കെ ആയിരുന്നു, അത് ആരും നൂല് പറഞ്ഞുകൊടുത്തത്. അതിൻ്റെ മുഖം കാണിച്ച്, അതാണ് എക്സ്പ്രസ്. മുഖം കാണിച്ച് എൻ്റെ പൊന്നെ, അത് ആരും പോലും ഇപ്പോഴും മനസ്സിലായിട്ടില്ല. നിങ്ങൾക്ക് ആരെങ്കിലും അതിന് ആരാണെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടണം. ന്യൂസ് 18 പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞ ആൾ തന്നെ ആരാണോ എന്തോ എനിക്കറിഞ്ഞൂടാ. സിനിമ എനിക്കത് കണ്ടിട്ട് ആരെന്ന് മനസ്സിലായിട്ടില്ല. അതുപോലെ തന്നെ ഇതിനകത്ത് ലാസ്റ്റ് മോഹൻലാലിൻ്റെ ഒരു കൊച്ചിലത്തെ ഒരു ഇത് കാണിക്കുന്നത്, അതിനി പ്രണവ് മോഹൻലാലാണോ എന്താണെന്നൊന്നും എനിക്കറിഞ്ഞത്, കണ്ടിട്ട് മനസ്സിലായില്ല സത്യം പറഞ്ഞാൽ. അയ്യോ, ഇതുപോലൊരു സിനിമ വേസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും വേസ്റ്റ്. നിങ്ങൾക്ക് ഹൈ മേക്കിംഗ്, ആടിപ്പൊളി മേക്കിംഗ് ക്വാളിറ്റി ഉള്ളൊരു സിനിമ നമുക്ക് കാണാൻ പോകണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയി കാണാം. ഒരു ഹിന്ദി സിനിമ അല്ലെങ്കിൽ ഒരു ഇംഗ്ലീഷ് സിനിമ നിങ്ങൾ കാണാൻ പോകണം, അതിൻ്റെ വിഷ്വൽസ് വേണമെന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയി കാണാം. പക്ഷെ അല്ലാതെ ലാലേട്ടൻ്റെ പടം കാണണമെന്ന് പറഞ്ഞ് പോയി കണ്ടു കഴിഞ്ഞാൽ, ഇപ്പോൾ കണ്ടില്ലേ തിയേറ്ററിൻ്റെ തടയുന്ന ഫാൻസുകാർ ചീത്ത പിടിച്ചുകൊണ്ട് പോകുന്നത് കണ്ടില്ലേ, അത് ഉറപ്പായിട്ടും വേണ്ടി വരും. പിന്നെ കുറേ ഫാൻസുകാർ ഈ സിനിമയെങ്കിലും രക്ഷപ്പെടണം എന്നുള്ള രീതിയിൽ വെളിയിറങ്ങി വന്നിട്ട് സൂപ്പർ പടം, ലൂസിഫറിനേക്കാളും കിടിലം പടം അങ്ങനെ പറയുന്നവന്മാരടുത്ത് ഉളുപ്പ് മാത്രമേ ഉള്ളൂ. കാരണം ഇത് കേട്ടുകൊണ്ടാണ് ഫാമിലീസ് സിനിമ കാണാൻ പോകുന്നത്. അപ്പോൾ അവർ കണ്ടു കഴിഞ്ഞാൽ ഈ സിനിമയെ ചൂലെടുത്തടിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത്രയ്ക്ക് മോശം സിനിമയാണ്. അപ്പം നിങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലിടാം. പിന്നെ സെക്കൻഡ് ഹാഫിലാണ് പിന്നെയും കുറച്ചെങ്കിലും എനിക്കതിന് പോസിറ്റീവായിട്ട് തോന്നിയ ഏക സീൻ എന്ന് പറഞ്ഞാൽ ഒരു ഫൈറ്റ് സീൻ ഉണ്ട് അതിനകത്ത്. ലാലേട്ടൻ്റെ സെക്കൻഡ് ഹാഫിൽ ഒരു ഫൈറ്റ് സീൻ, മഞ്ജു വാര്യറിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഫൈറ്റ് സീൻ. ആ ഫൈറ്റ് സീനിൽ മറ്റേ ആണ്ടവൻ കത്തി പിടിക്കുക, വാളി പോലെ വാളെടുക്കുക, അതുപോലത്തെ ആ ഒരു പാട്ടിനെ തന്നെ വീണ്ടും ഒരു റീക്രിയേഷൻ പോലെ ചെയ്തിട്ട് ആ ഒരു ഫൈറ്റ് ഉണ്ട്. ആ ഫൈറ്റ് സൂപ്പറായിരുന്നു. അതുപോലെ പടം മുഴുവൻ പോയിരുന്നെങ്കിൽ നമുക്ക് ഈ സിനിമയെ അടിപൊളി തന്നെ പറയേണ്ടി വരും. കാരണം അത്രത്തെ ഈ സിനിമ എന്തിനാണ് കൊണ്ട് പൃഥ്വിരാജിൻ്റെ പ്രതികാരം തീർക്കുവാൻ വേണ്ടി മോഹൻലാൽ ഇറങ്ങി തിരിയുന്നത്. പൃഥ്വിരാജിൻ്റെ പ്രതികാരം തീർക്കാൻ വേണ്ടിയാണ് ഈ സിനിമയെ ഇത് കൊണ്ടുപോയിരിക്കുന്നത്. ഈ സിനിമ അതൊരു പൃഥ്വിരാജിൻ്റെ എനിക്ക് ഒട്ടും ഇമോഷണലായിട്ട് കണക്റ്റ് ആയി പോലും ഇല്ല ഈ സിനിമയ്ക്ക്. അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിലിടാം.
നിങ്ങൾ ഇനി പറഞ്ഞുകൊണ്ട് വരില്ല ഞാൻ ഈ മോഹൻലാൽ മമ്മൂട്ടി ഫാനായതുകൊണ്ട് ഇതിനെ കുറ്റം പറയണമെന്ന്. ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല. മോഹൻലാൽ ഫാൻസിന് വേണ്ടി സിനിമ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് തിയേറ്റർ റെസ്പോൺസ് കാണുമ്പോൾ പറയും. പിന്നെ കുറേ മോഹൻലാലിൻ്റെ ഈ രക്ഷിച്ച് ഇറങ്ങുമെന്ന് പറഞ്ഞ് നടക്കുന്നവന്മാർ ചിലപ്പോൾ ഇറങ്ങിയിട്ട് അടിപൊളി പടം ഹോളിവുഡ് ലെവൽ മേക്കിംഗ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ നമ്മളത് കാണാനല്ല പോകുന്നത്. ലാലേട്ടൻ്റെ പടം കാണാൻ വേണ്ടി പോകുമ്പോൾ അല്ലെങ്കിൽ യൂസുഫൻ്റെ 2ാം ഭാഗം എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച സിനിമ കാണാൻ പോകുമ്പോഴത്തേക്ക് ഇതല്ല നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം, നിങ്ങൾ മോഹൻലാൽ ഫാൻസ് ഇനി കുത്തിത്തെറിയൊന്നും വിളിച്ചുകൊണ്ട് വരണ്ട. എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. ചിലപ്പം നിങ്ങൾക്ക് വേറെ അഭിപ്രായമായിരിക്കും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടാം. നന്ദി, നമസ്കാരം.